ശ്രീരാമനാമം ജപസാരസാഗരം. വസിഷ്ഠോപദേശം. ഖേദം മതി മതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപന്ന സത്യപരാക്രമൻ വിജ്ഞാന വീര്യവാൻ മർത്യസുഖങ്ങളും രാജഭോഗങ്ങളും ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വാ ബഹൂധന ദക്ഷിണയും മുദാ ദത്വാ ത്രിവിഷ്ടഭം ഗത്വാ യഥാസുഖം ലബ്ധ്വാ പുരന്ദരാബ്ധാസനം ദുർലഭം പുത്രാരി മുഖ്യത്രിദശൗഖവന്ദ്യനാൻ ആനന്ദമോടിരിക്കുന്ന ദീനന്തുനെ ദാനനം താത്തി നേത്രാമ്പുതു കീടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരൂപമാനവ്യയനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയം മൃത്യുജന്മാദിഹീനൻ ജഗൽകാരണൻ ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുര മോഹൈക കാരണം മുക്തേ വിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതീനവകാശമില്ലേതുമേ ദുഃഖേന കിം ഫലം മൃത്യോവശാത്മനം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാലും അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴുതോ മുറ വിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോ നിസാരം എത്രയും സംസാരമാക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതോ നിത്യമായുള്ള ഒരു ശാന്തി അറിയുക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കണമെല്ലാം സ്വകർമ്മവശാഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുന വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ സോഭേദമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ഡ കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിലെന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും. ബന്ധമെന്തി ദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുത കണ്ടവർക്കെന്തോ സസംഭ്രമം കമ്പിത പത്രാഗ്രലഗ്നാംബുബിന്ദുവൽ സമ്പതിച്ചേടുമായുസ്സദീനശ്വരം പ്രാപ്തന ദേഹസ്ഥ കർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കോ ദാഹം പുനരവി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങളോ വണ്ണമുപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമിക്കർമ്മഭേദങ്ങൾ അറിയുക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യമാനന്ദസ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ. ബുദ്ധ്യാദിസാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ. ഇത്തമനാരദം ചിന്തിച്ചു ദുഃഖേ ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും ത്യക്വാ തുടങ്ങുക. കർമ്മസമൂഹവും സത്വരാവേതും വിഷാദമുണ്ടാകൊല. പിതൃസംസ്കാരം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യാമാത്യ സോദരോപാധ്യായ യുക്തനായൊരു ഭരതകുമാരനും താത ശരീരമെണ്ണത്തോണിയിൽ നിന്നെടുത്താദരപൂർവമെടുത്തു നിരാടിച്ചു. ദിവ്യാംബരാഭരണാതിലേപങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും ആചാര്യ സംയുതം ദത്വാ തിലോദകം ദ്വാദശവാസരെ ഭക്തിയാ കഴിച്ചിരുന്നു. പിണ്ടഭൂമാതരാൽ വേദപരായണന്മാരം ദ്വിജാവലിക്യോദന ഗോധന ഗ്രാമരത്നാംബരം ഭൂഷണാലേപന താംബൂലഭോഗങ്ങൾ കോശേണ ദാനവും ചെയ്തു സസോദരം.
വീണു നമസ്കരിച്ചാശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനൻ ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ ഗാനനം പ്രാപിച്ചു ചിന്തിച്ചനൂദിനം മാനവാവീരനായൊരു ഭരതനും സാനുജനായി വസിച്ചിടിനാനദ്ദിനം നാനാ സുഹൃജനത്തോടു മനാകുലം തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനി കുല സപ്തമന്മാരുമായി വന്നു സഭാന്തികെ അർണോരു ഹാസന സന്നിധാന മുനി സ്വർണാസനെ മരുവീടിനാനാദര ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയാൻ രാമവർകളും മന്ത്രികളോടും പുരവാസികളോടും അക്തരാനന്ദം വളർന്നു മരുവിനാർ കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടംഭോജ സംഭവ നന്ദനൻ ചൊല്ലിനാൻ ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിടുവൻ സത്യസന്ധൻ തവാതാതൻ ദശരഥൻ വൃത്തിതലം നിനക്കദ്യ നൽകിയിടിനാൻ പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേയിക്കു ദത്തമായോരോ വരദ്വയം കാരണം മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും അൻപോടും ചെയ്തിടുവൻ രാജ്യമരാജകമാം ഭവാനാലിനി വ്യാജമല്ലെന്നു ധരിക്ക കുമാരൻ കാതാ നിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലാകിലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്തു വസിഷ്ഠ മുനിയോടു നന്നായി തൊഴുതു നിർത്തിച്ചു ഭരതനും ഇന്നടിയെന്നു രാജ്യം കൊണ്ടു കിംഫലം മന്നവാനാകുന്നതും മമ പൂർവജൻ ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേകുന്നു നാളെ പുലർകാലി പോകുന്നതുകൊണ്ട് നാളീക നേത്രനെ കൊണ്ടിങ്ങ് പോരുവാൻ ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും മമാത്യരും ആന തീർക്കാലാൾ കുതീരപ്പടയോടും ആനക ശംഖ പടഹവാദ്യത്തോടും സോദരഭ്രാസുര താപ സസാമന്തമേദിനെ പാലക വൈശ്യശൂദ്രാദിയും സോദരമാശു കൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ട് പോകണം രാമനിങ് ആഗമിച്ചുവിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളു മൂലഫലങ്ങൾ ഭുജിച്ചു ഭസീതവും ആലേപനം ചെയ്തു വൽക്കലവും കൊണ്ടു താപസവേഷം ധരിച്ചു ജഡ കൊണ്ടു താപം കളഞ്ഞു വസിക്കുന്നതേയുള്ളൂ യുദ്ധം ഭരതൻ പറഞ്ഞതു കേട്ടവൻ എത്രയും നന്നു ചൊല്ലിയിടിനാർ ഭരതന്റെ വനയാത്ര ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുതമുത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ സാധുക്കളെ പുകഴ്ത്തുന്നതോ നേരമാദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നോട് കൂടെ പുറപ്പെട്ടിരു തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാണാൻ നടന്നിരു ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജ്യതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിരു താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവന്ദേന സാകം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു രാഘവ ലോകനാനന്ദ വിവശരം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും ശൃംഗിവേരാഖ്യ പുരംഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പട കേകയാപുത്രീ സുതൻ പടയോടു ലിംഗാഗതനായതോ കേട്ടു ഗുഹന്തത ചങ്കിത മാനസനായി വന്നു തന്നോടെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം കാണാപാടി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകിടാതെ അന്തികെ ചെന്നു വന്ദിച്ചാലവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരോ വിവരീകർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനൻ നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ ചീരംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജബന്ധമനാരകം ധീരം കുമാരം കുമാരോപമം മഹാവീരം വിഭൂവര സോദരം സാനുജം മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹം ഇത്യുക്രമ പ്രണാമവും ചെയ്തു ഭരതനും അന്നേരം ഒത്ത
उत्थाप्य गाढमालिङ्ग्य रघुनाथ भक्तं वयस्य अनामयं वाक्यവും उक्त्वा गुहनोडु पिन्नयुं चൊല്ലിനാൻ ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരു വർക്കുമതോർക്കനീ ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കളിന്നതിലൊരു സംശയം മത്സകേ സോദരനോടും ജനകാത്മജയോടും ഏതോരിടത്തു നിന്നൻപോട് കണ്ടിതു രാമനെ നീയവനെന്നു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീയവിടം മുത കാട്ടിത്തരീകെന്നു കേട്ടു പുകണ്ടതാവാട്ടമില്ലാതൊരു സന്തോഷചേതസ ഭക്തൻ ഭരതനത്യുത്തമാനെന്നു തൻയത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ എത്ര സുപ്തോ നിശീരാഘവൻ സീതയാ തത്ര ഗത്വാഭവൻ സത്വരം ചൊല്ലിനാൻ കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടൽ വർണ്ണന്തൻ മഹാശയനസ്ഥലം കണ്ടു ഭരതനം മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചോ സഗദ്ഗതം ചൊല്ലിനാൻ ആ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂത്നി സുവർണതൽപസ്ഥലേ കോമള സ്നിഗ്ധധവളമാംബരസ്തൃതേ രാമേണ ശേദേ മഹാസുഖം കസാ കഥം ചേതേ കുശമയ വിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാമതീയാഗ്രജന്മന എന്നതോ ചിന്തിച്ചു നിർദോഷമാശു ഇദ്ദേഹമാശു പതിത്യരിച്ചിടുന്നു കിൽബിഷാകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചോരു കാരണം ദുഷ്കൃതിയായ ദിവാപിയാമെന്നെയും ധിക്കരിച്ചിടിനൻ പിന്നെയും ജന്മസാഫല്യവും വന്നീതനുജനു നിർമ്മല മാനസൻ ഭാഗ്യമാനത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം മനത്തിനു പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർക്കു ദാസനായോരൂഢ ഭക്തി പൂണ്ടേഷ ഞാനും തഥാ നിത്യവും സേവിച്ചു കൊള്ളുവാനെന്നാൽ വരും മറ്റ് ജന്മത്തിൽ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയന വേടയ്ക്ക് വൈകാതെ ചെന്നു ഞാൻ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോരുവാനെന്നതു കേട്ടു ഹനുമര ചെയ്താൻ മംഗലാദേവത വല്ലഭൻ തങ്കലിൽ ഇങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വെച്ചഗ്രേസരൻ ഭവൻ നിർണയമെങ്കിലോ കേൾക്ക മഹാപതി ഗംഗാനദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാജലം ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിന് കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജനം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം ഉണർന്നിടിനാൻ ചുംബിച്ചു മൂർധനി സന്തോഷിച്ചരുളിനാൻ കിം ബഹൂന വത്സവൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു മാനസേ ശോകമുണ്ടാകുല കേൾക്ക നീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം ഇന്നിനെ സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം ഊണും കഴിഞ്ഞങ്ങുറങ്ങി പുലർകാല വേണം രഘുനാഥന് ചെന്നു പോകുവാൻ എല്ലാം അരുൾ ചെയ്ത വണ്ണാം എനിക്കതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായ ദേവിദ്രുതം ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു കാമാസുരഭിയെ തക്ഷണെ കാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനീതമാരായി ലതകളും ഭാവന വൈഭവം എത്രയോ അത്ഭുതം ഭക്തഭക്ഷ്യാദിവേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തി പ്രസാധനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗ്രഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിനോ പണിയുണ്ടനന്ദനം കർമ്മണ ശാസ്ത്രദുഷ്ടേന വസിഷ്ഠനെ സാമോദമോട് പൂജിച്ചിതോ മുമ്പിനാൽ പശ്ചാത്ത സൈന്യം ഭരതം സസോദര ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായ എത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ അമരാവതി സന്നിധേ ഉത്ഥാനവും ജൈരുഷസീ നിയമങ്ങൾ കൃത്വ ഭരദ്വാജ പാദങ്ങൾ കൂപ്പിനാർ താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാജലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തികെ
മിത്രമായൊരു ഗുഹനും സുമന്ത്രനും ശത്രുഘ്നും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാദബോധന മണ്ഡലേ കാണാഞ്ഞൊരോരോ മുനീവരന്മാരോടു താണു തൊഴുതു ചോദിച്ചു മത്യാദരം പുത്രവാടുന്നു രഘുത്തമാനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരുമരുൾ ചെയ്തു. ഉത്തരതീരെ സുരസരിതസ്ഥലെ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിതത്ഭുതമായ അത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം പുഷ്പഫലദള പൂർണ്ണവല്ലി തരോ ഷഷ്പരമണീയ കാനന മണ്ഡലേ ആമ്രകദളീ ബഹുളപനസങ്ങളാക്ര ആമ്രാദഗർജന നാഗപുന്നാഗങ്ങൾ ഏരപൂഗങ്ങളും കോവിതാരങ്ങളും ഏരണ്ട ചമ്പകാശോകതാലങ്ങളും മാലതി ജാതി പ്രമുഖലതാവലിശാലികളായ തമാലസാനങ്ങളും ഭൃംഗാദിനാനാവികങ്കനാഥങ്ങളും തുംഗമാതംഗ ഭുജംഗ പ്ലവംഗ പുരങ്കാദി നാനാമൃഗാതലീലയും ഭംഗ്യാ സമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്ന സംലബ്ധ വൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു. സീതാരഘുനാഥ പാതാരവിന്ദങ്ങൾ നൂതനമായ ദീജോഭനം ഭാവനം അങ്കുശാബ്ജധ്വജ വജ്രമുസ്യാദി കൊണ്ടങ്കിതം മംഗലമാനന്ദനഗ്നനായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തദാരേണു തന്മൗലിയിൽ കോരിയിട്ടിടിനാൻ. ശ്രീരാമ ഭരത സംഗമം. ധന്യോഹമിന്നഹം മുന്നം മയാ കൃതം പുണ്യപൂരം പരം ശ്രീരാമപാദപത്മാഞ്ജിതം ഭൂതരാമരാലനിക്കുകാൻ മാനവകാശവും വന്നിതല്ലോ മുഹോരിപ്പാദപാംസുക്കളന്വേഷണം ചെയ്തുഴരുന്നതേറ്റവും വേദാവും ഈശനും ദേവകദംബവും വേദങ്ങളും നരനാദി മുനികളും യുദ്ധമോ തദ്ഭുത പ്രേമരസപ്തുത ചിത്തനായ ആനന്ദ ബാഷ്പാകുലക്ഷനായി മന്ദമന്ദം പരമാശ്രമാസന്നിധോ ചെന്നു നിന്നൊരു നേരത്തു കാണായിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദമിന്ദിരാമിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിക മന്ദിരാമിന്ദിരോരസ്ഥലം ഇന്ദ്രാവരജമിന്ദിവരലോചനം ദുർവാദള നിഭശ്യാമളം കോമളം പൂർവജം നീല നളിന കളക്ഷണം രാമം ജഡാമകൂടം വൽക്കലംബരം സോമബിംബാഭ പ്രസന്നവക്രാംബുജം ഉദ്യത്തരുണാരുണായുധ ശോഭിതം വിദ്യുത്സമാംഗീയം ജാനകിയായ ഒരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നു ഒരു വിദ്യോതമാന ആത്മാനമവ്യാകുലം വക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീ നിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണ സേവിത പാദപങ്കേരുകം ലക്ഷ്മണ ലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരി സേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണ പ്രവര പല്യംഗകം ഉക്ഷിസ്ഥിതാനേക പത്മജാണ്ഡംബരം കാരുണ്യപൂർണം ദശരഥ നന്ദനമാരണ്യവാസരസീകം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൾ വീണു നമസ്കരിച്ചിടിനാൻ രാമനവനെയും ശത്രുഘ്നെയും ആമോദാലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാത്തു സോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു പുനരവി വത്സങ്ങളും മണച്ചു നന്ദപൂർവകം സത്സംഗമേറെയുള്ള ഒരു സൗമിത്രയും
തത്സമയേ ഭരതാംഘ്രികൾ കൂപ്പിനാൻ ശത്രുഘ്നനോ മതേ ഭക്തിയെ കലർന്നു സൗമിത്രികൻ പാദാംബുജങ്ങൾ കൂപ്പിടിനാൻ ഉഗ്രതൃഷാർത്തന്മാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവന്തൻ തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയോ മാർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനോ ബാഷ്പധാരാഭിഷേകം ചെയ്തു ഗാഠമാശ്ലിഷ്യ ശിരസേ മുകർന്നുടനൂഢബോധം മുലയും ചുരന്നു തഥാ അന്യരായുള്ള ഒരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ ലക്ഷ്മണൻ താനും ഔവണ്ണം വണങ്ങിനാൻ ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാൻ കണ്ണുനീർ തത്ര സമാഗമം ദൃഷ്ട്യാ ഗുരുവരം ഭക്ത്യാ വസിഷ്ഠം സാഷ്ടാംഗമമാറുടൻ നത്വാൻ രഘൂത്തമാനാശു ചൊല്ലിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം താതനോ സൗഖ്യമല്ലേ നിജ മനസ്സേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തൊന്നു ചൊന്നതെന്നോട് ചൊല്ലിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠതാതോ ദന്തമാശുകൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമ രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു ബുക്കാനറിയുക നീ ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണമുച്ചർവിലപിച്ചതേറ്റവും ലക്ഷ്മണനോടു ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ ഭാരതാദഹാം പരിത്യജ വിധിവശാലേതൊരു ദിക്കിനു പോയിതയോ ഭവാൻ ആഹാഹദോഹ മഹാ അനാഥോസ്മി ഭാമിനി സ്നേഹേന ലാളിപ്പതാരനുവാസരം ദേഹാമിനെ ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹാമിനിക്കിനിയില്ല ജീവിക്കയിൽ സീതയും സൗമിത്രിതാനും ഔവണ്ണമേ രോദനം ചെയ്തു വീണിടിനാർ ഭൂതലേ തദ്ദശായം വസിഷ്ഠോക്തികൾ കേട്ടവർ ഉത്താപമൊട്ടോ ചുരുക്കി മരുവിനാർ മന്ദാകിനിയെ ഇറങ്ങി കുളിച്ചവർ ഉദകക്രിയയും ചെയ്താർ പിണ്ടം മധു സഹേതോങ്കുതി സൽഫലം പുണ്യാക നിർമ്മിത അന്നം കൊണ്ടു വെച്ചിരു യാതൊരന്നം താൻ ഭുജിക്കുന്നതോ മധു സാദരം നൽകാ പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തത സ്നാനാദരന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചേടിനാനാദിത്യദേവനും മന്ദാകിനിയിൽ പൊളിച്ചോത്തു സൽഭയും വന്ദിച്ചു ചെന്നാശ്രമേ വസിച്ചിടിനാൻ ഭരതരാമ സംവാദം അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനൻ രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമക വാക്യം ചെവി തന്നു കേൾക്കണം കൊണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതോ കൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും ബാലനം ചെയ്യുക രാജ്യം തവ പൈത്ര്യം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമം ധർമ്മം പ്രജാപതി ബാലനം അശ്വമേധാദിയം ചെയ്തു കൃത്യാചിരം വിശ്വമെല്ലാം ഭരത്തി കുലം തദ്ദവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രം കലാക്കി വനത്തിനു പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസമത്ഭുത വിക്രമ നാഥ പ്രസീദമേ മാതാവു തന്നെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുദൂദയാനിധേ ഭ്രാതാവു തന്നെ പാദാംബുജം ശിരസ്യാധായ ഭക്തിപൂലിത്തമുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉത്ഥാപ്യ രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുനർന്നു ചൊല്ലിടിനാൻ മദ്വാക്യമത്ര കേട്ടാലും കുമാരനീ യത്വയോക്തം മയ തത്വദൈവാശ്രുതം താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ
പിത്ര നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസ പാർക്കിൽ നമുക്കിരുവർക്കും ഇത്താത നിയോഗം അനുഷ്ഠിക്കയും വേണം. യാതൊരു തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലെ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമുണ്ടോ ഒരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും ഭോഗനന്ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനനൻ. ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാപദേ മന്നവനായി ഭവൻ വാഴുക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താപിത നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾത്താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതക്ക നീ സാധു ജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനെ നിന്തിരുപടി സങ്കടമില്ലിയേ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതിനാദരൻ രാഘവൻ പിന്നെയും ചൊല്ലിനാൻ. രാജ്യം നിനക്കോ എനിക്കോ വിവേനവും പൂജനം താതൻ വിധിച്ചിതു മുന്നമേ വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്ക് അത് സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിനിരുന്നെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികെ ദർഭാവിരിച്ചോ കിഴക്കോ തിരിഞ്ഞു നീന്നപ്പോൾ വെയിലത്ത് പൊക്കും ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ ത്വദ്ബോധനാർത്ഥം നയനാന്ത സംജ്ഞയ ചൊന്നാൻ ഗുരുവരനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാൻ. ഗൂഢനായി ഇടല കേൾക്കനീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതോ നാരായണൻ വരൻ താമാരസോദ്ഭവാനത്തിക്ക കാരണം ഭൂമിയിൽ സൂര്യ കുലത്തിൽ അയോധ്യയിൽ ഭൂമി ബാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായ ദേവിയായതു ജാനകി ഭോഗി പ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിയുക വഴി പോലെ. രാവണനെ കൊൽവതിനോ വനത്തിനോ ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ധരവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയുന്നു. ശ്രീരാമദേവനി വർത്തനത്തിങ്കലുള്ള ആഗ്രഹവും നീയും പരിത്യജിച്ചിടുക. കാരണ പുരുഷാനുജ്ഞയ സത്വരം നീ രാജധാനിക്ക് പോകാമടിയാതെ. മന്ത്രികളോടും ജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പൊക്കോ വസിക്കവേ. വന്നിടും അഗ്രജൻ താനോ മനുജനും ദേവിയും 7 സംവത്സരാവധോ രാവണൻ തന്നെ വധിച്ചു സപുത്രകം. മിത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്ത്യാരുത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർ നമസ്കൃത്വാ സസോദരം. പാതുകം ദേഹി രാജേന്ദ്രജാജായതേ പാദബുദ്ധ്യ മമ സേവിച്ചു കൊള്ളുവൻ യാവത്തവാഗമനം ദേവദേവമേ താവദേവാനരദം ഭജിച്ചിടുവാൻ. കേട്ടു രഘുത്തമൻ പൊത്താരടികളിൽ ചേർത്താമതിയടി ഭക്തിമാനായ ഭരതനും നൽകിനാൻ. പരിഗ്രഹിച്ചെടിനൻ തമ്പിയും ഉത്തമാരത്നാവിഭൂഷിത പാതുകാമുത്തമാംഗേ ചേർത്തു രാമ നരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്ഥായ വന്ദിച്ചു ചൊന്നാൻ സദഗ്ധം. മന്യബ്ദപൂർണേ പ്രഥമദിനെ ഭവൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യാദിവസമുഷസ്തി ജ്വലിപ്പിച്ചു വന്യയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോട് ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരമില്ലതീനങ്ങു ഞാനെന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു. വിടയും കൊടുത്തിതോ ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു നന്ദേതരം പുറപ്പെട്ടു. ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമ
രാമദേവന് ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാൻ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ ബിംബേ പെരുമ്പടയും നടകൊണ്ടിതു. കൈകേയി താനും സുധാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി. ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോട് കൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പൊക്കൂര് ഭൂവരൻ തന്നെയും ചിന്തിച്ചനൂദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. പാതുക പൂജ. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു. നന്ദിഗ്രാമമ്പോട് പൊക്കിയതോ വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാതുകാം വെച്ചു സിംഹാസനെ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നോരിരുവരും. നാനാമുനി ജനസേവിതനായൊരു മാനവ വീരൻ മനോഹരൻ രാഘവൻ. ജാനകിയോടോ മനോജനോടും പുരാ മാനസാനന്ദം കലർന്നോ ചിരായിനം. ചിത്രകൂടാചലെ വാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടോരു ഭൂവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെ ഇരുന്നാവിനിയുടൻ. സത്വരം ദണ്ഡകാരണ്യത്തിനായി കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. യുദ്ധം വിചാര്യ ധൈത്രി സുതായും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ സത്യാജ്യ ചിത്രകൂടാജലം രാഘവൻ സത്യസന്ധൻ നട കൊണ്ടാൻമനന്തരെ. അത്രി ആശ്രമ പ്രവേശം. അത്രി തന്നാശ്രമം പൊക്കോ മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യ സന്യോസ്മി മഹാമുനെ ശ്രീമൽപദം തവ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ വരൻ മോക്ഷധനെന്നതറിഞ്ഞു മുനീന്ദ്രനും. പൂജിച്ചിതർഘ്യപാദാദികൾ കൊണ്ടു തം രാജീവലോചനം ഭ്രാതൃഭാര്യാന്വിതം. ചൊല്ലിനൻ ഭൂപാലനന്ദനമാരോടും ചൊല്ലിടുമെന്നുടെ പത്നിയുണ്ടത്രകൾ എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമായ ധർമ്മജ്ഞാതബോധന വർണ്ണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനകാതൃപത്മജേ എന്നതു കേട്ടു രാമാത്മയ ജാനകി ചന്ദനസൂയാബുധങ്ങൾ വണങ്ങിനാൾ. വത്സേ വരീകരീകേ ജനകാത്മജേ സത്സംഗമും ജന്മ സാബല്യമാർക്കുനി. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തത്സ്വഭാവം തെളിഞ്ഞു മുനി പത്നിയും വിശ്വകർമാവിനർമ്മിതമായൊരു വിശ്വാവിമോഹനമായ അതുകൂലവും. കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥ മനസൂയ നൽകിയിടിനാൻ. നന്നോ പാതിവ്രത്യമാശ്രിത്യ രാഘവൻ തന്നോട് കൂടെ പോന്നതും ഉത്തമം. കാന്തേ നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചേർന്നു. മഹാരാജധാനിയകം പൊക്കു നന്നായി സുഖിച്ചു സുധീരൻ വസിക്കുന്നു. യുദ്ധമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രേ ഗമിച്ചെന്നയച്ചിടിനാൾ. മൃഷ്ടമായി ഗോവരെയും ഭുജിപ്പിച്ചത തുഷ്ടി കലർന്നു തബോധനാനത്രിയും. ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നതറിഞ്ഞേനകം. ജന്മഹമായ ജഗത്രയവാസിനം സമോഹകാരിണിയായതു നിർണയം. ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രൗ വസിച്ചു രഘുനാഥനം. ദേവാനുമാദേവിയോടരുളി ചെയ്തിദൈവമെന്നാൽ കിളി പൈതലക്കാലമേ. അധ്യാത്മരാമായണം ഉമാമഹേശ്വര സംവാദത്തിൽ അയോധ്യാകാന്ഡം സമാപ്തം.